അപ്പൊ ഫർളുകൾ പൂർത്തിയാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൻ ശഗലഹു അൽ ഫർളു അനിൻ നഫ്ൽ ഫഹുവ മഅ്ദൂർ. ഫർള് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ സുന്നത്തായ കാര്യങ്ങൾ ഒരാൾ വിട്ടുപോയാൽ അവനൊരു ഉദ്റുണ്ട്. വമൻ ശഗലഹു നഫ്ലു അനിൽ ഫർൾ ഫഹുവ മഗ്റൂർ. നേരെ തിരിച്ചാണെങ്കിലോ അവൻ വിഡ്ഢിയാണ്, അവൻ വഞ്ചിതനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സുന്നത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഫർളിൽ വീഴ്ച വരുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പൊ ഈ തഹജ്ജുദിന്റെ കാര്യം തന്നെ, ഒരാൾ രാത്രി മുഴുവൻ തഹജ്ജുദ് നമസ്കരിച്ചു, അവനറിയാം അങ്ങനെ കുറെ സമയം ഉണർന്നിരുന്നാൽ ഫജ്ർ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഫജ്ർ നമസ്കാരത്തിൽ അവന് ശ്രദ്ധ ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യരുത്. ആ ഫർള് പൂർത്തിയാക്കാൻ ആദ്യം ശ്രമിക്കേണ്ടത്. എന്നാൽ സുന്നത്തുകളിൽ വീഴ്ച വരുത്താം, ഉപേക്ഷിക്കാം എന്നൊന്നുമല്ല. പക്ഷെ ഫർളിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ അശ്രദ്ധരാകുന്ന ഒരു മേഖലയാണ് മുആമലത്തുകൾ, ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ കൈയയച്ച് സഹായങ്ങൾ ചെയ്യുന്നുണ്ടാകും. അവരുടെ കൂടെ കൂടിയാൽ നമ്മളായിരിക്കും ചെലവ് ചെയ്യുന്നത്, അവരുടെ കൂടെ കൂടിയാൽ നമ്മുടെ സ്വഭാവം വളരെ മനോഹരമായിരിക്കും. പക്ഷേ നമുക്ക് ഫർളായി ബിർറ് കാണിക്കേണ്ട, നല്ല പെരുമാറ്റം കാണിക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, മക്കൾ. അവരുടെ മുന്നിൽ സ്വഭാവം മോശമായിരിക്കും. ഇത് ശരിയല്ല. ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, ആ സുഹൃത്തുക്കളോടുള്ള സൗഹൃദം നമുക്ക് വാജിബല്ല. ഒരു സുഹൃത്തിനെ നമ്മൾ ഒഴിവാക്കിയാൽ അതിന് യാതൊരു കുറ്റവുമില്ല. പക്ഷേ ഈ മാതാപിതാക്കളും രക്തബന്ധങ്ങളും അത് നമുക്ക് വാജിബാണ്. അപ്പോൾ വാജിബായ കാര്യങ്ങളിൽ, ഫർളായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ശരിയല്ല.